ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. നമുക്കു മുൻ ചെന്നതാം വിശുദ്ധന്മാരാ, അലങ്കൃതമായ തിരുവചനം അനുദിനം തരുമവൻ പുതുശക്തിയാ. അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം 18-ാമത്തെ വചനം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ആരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം തന്നു, അവകാശം തന്നു. യേശു ക്രിസ്തുവിനെ ആര് കൈക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നു, അവർ വാസ്തവമായി ദൈവത്തിൻ്റെ മക്കളായി മാറുകയാണ്. പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലും അല്ല, നാം ജനിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അങ്ങനെ നമ്മൾ ദൈവമക്കളായി തീർന്നിരിക്കുന്നു. ഇതിനെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞ്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മളോട് എത്ര വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതോ നാം ദൈവമക്കളായി തീർന്നതോ നമ്മൾ നല്ലവരായിരുന്നത് കൊണ്ടല്ല, പിതാവാം ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മുടെ മേലുള്ളത് കൊണ്ടാണ്. ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ്? എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയല്ല, ദൈവമക്കളായി ജീവിക്കാനാണ്. ഈ 1 യോഹന്നാൻ 5-ാം അധ്യായം 13 വാക്യങ്ങൾ ഇതിൻ്റെ ഉപസംഹാരമാണ്. ഇതിൻ്റെ മുഴുവനായ ഒരു അർത്ഥം നൽകുന്ന ഭാഗമാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവപുത്രൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ്. നിത്യജീവൻ ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് കർത്താവ് ഈ വചനം എഴുതി. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. എന്നിട്ട് പറയണം, നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ, ആദ്യം പറഞ്ഞ് ഇഷ്ടപ്രകാരം അപേക്ഷ അത് ലഭിക്കും. എന്നിട്ട് പറയണം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് നാം അറിയുന്നു, നാം അത് വിശ്വസിക്കുന്നു. എന്നിട്ട് പറയണം, സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും.
മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഏത് അനീതിയും പാപമാകും. നീതിയില്ലാത്ത എല്ലാ പ്രവൃത്തികളും ഏതാണോ അത് പാപമാണ്. എന്നിട്ട് പറയാം, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. അപ്പം നിത്യജീവൻ യേശു ക്രിസ്തു മുഖാന്തരം ജീവിക്കും. എന്നാൽ പാപത്തിൻ്റെ ശമ്പളം എന്താണ്? അത് മരണമാണ്. ചില പാപങ്ങൾ മരണത്തിനായിട്ടുള്ള, എന്ന് വെച്ചാൽ അവർക്ക് പാപത്തിന് ശമ്പളം മരണമാണല്ലോ. ഇവിടെ പറയാണ്, എന്നിട്ടാണ് പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ പാപം ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ? എന്നിട്ട് പറയാം, അവൻ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുകയാണ്. ദുഷ്ടൻ പിശാച് അവനെ തൊടുന്നില്ല. ഇങ്ങനെയാണ് ദൈവത്തിൽ നിന്നുള്ളവരാണോ ഇല്ലയോ നാം ദൈവമക്കളാണോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ പാപം ചെയ്യാതെ ജീവിക്കുമ്പോഴാണ്. യോഹന്നാൻ 3:9 പറയാണ്, ദൈവം തൻ്റെ ഏകജാതനായ 3:9 വായിക്കാം. 3:9 അവിടെ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. എന്നിട്ട് പറയാണ്, എന്തുകൊണ്ട് അവൻ പാപം ചെയ്യാതെന്ന് അവിടെ വിശദീകരിക്കുകയാണ്. അവൻ്റെ വിത്ത് അവനിൽ വസിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിത്ത് യേശുവിനെ സ്വീകരിക്കുന്നവരുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നിട്ട് പറയാം, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ പാപം ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നമുക്കതിന് കഴിയാതെ പോകും. എന്നിട്ട് പറയണ, ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാരറിയാം. ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യത്തില്ല? പാപം ചെയ്യത്തില്ല. അവർക്ക് പാപം ചെയ്യാൻ കഴിയത്തുമില്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ വിത്ത് അവരുടെ ഉള്ളിൽ വരികയാണ്. പിന്നെ ദൈവമാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി യേശുവിനെ സ്വീകരിക്കുന്നവർ മാറുകയാണ്. അവർക്ക് പാപത്തിൽ തുടരാൻ കഴിയത്തില്ല, പാപം ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും ദൈവമക്കളെ വഴി നടത്തും. ഈ പാപം വാസ്തവമായി ദൈവിക പുത്രത്വത്തിന് വിരുദ്ധമാണ്. പാപം ചെയ്യുന്ന ആൾക്കാർ ദൈവപുത്രന്മാരല്ല, പുത്രിമാരല്ല. അതിന് പുത്രത്വത്തിന് വിരുദ്ധമാണ്. അപ്പം എന്താണ്? പാപം ചെയ്യുന്നതിനെല്ലാം അധർമ്മവും ചെയ്യുകയാണ്. അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷനായി എന്ന് നാം അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറയണം. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നിങ്ങൾ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകും. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകും. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. എന്നിട്ട് പറയാണ്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്താണ് ആ പ്രവൃത്തി? പാപത്തിൽ നിന്ന് മാനവരാശിയെ വിടുവിക്കാൻ, അഴിക്കാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. എന്നിട്ട് പറയാം, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല. ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ച ആരും പാപം ചെയ്യുന്നില്ല. കാര്യം എന്താ? ആ ദൈവത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് അവൻ്റെ വിത്ത്, ദൈവത്തിൻ്റെ വിത്ത് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്. നമ്മൾ ഈ മൊബൈലിനകത്ത് സിം ഇട്ടിട്ട് ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വിത്ത് വസിക്കുകയാണ്. അവനിൽ വസിക്കുന്നു. എന്നിട്ട് പറയാം, ദൈവത്തിൽ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയത്തുമില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. എന്നിട്ട് പറയണം, നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി പ്രവർത്തിക്കണം, അപ്പോൾ തന്നെ സഹോദരനെ സ്നേഹിക്കുകയും ചെയ്യണം. അങ്ങനെ അല്ലാത്തവരാരും ദൈവത്തിൽ നിന്നുള്ളവരല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് എന്താണ്? അന്യോന്യം സ്നേഹിക്കണമെന്നുള്ള ഒറ്റ മനസ്സോടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഐക്യതയിൽ കഴിയുന്നു അതുപോലെ തന്നെ നാമും ഐക്യതയിൽ കഴിയണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതെ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടത്തുമില്ല. പ്രാർത്ഥിക്കുക. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി, പാപം ചെയ്യാതെ
തന്നെത്താൻ സൂക്ഷിക്കുന്നവരായി, ദൈവത്തിൻ്റെ വിത്ത് ഉള്ളിൽ വസിക്കുന്നുണ്ട്, പാവം ചെയ്യാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വചനം കേൾക്കുന്ന, വചനം സംസാരിക്കുന്ന എല്ലാവരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം നൽകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന വചനം കേൾക്കുന്ന ഞങ്ങളെയൊക്കെ അത് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീതി ചെയ്യാനായി, വെളിച്ചത്തിൽ വസിക്കാൻ, ദൈവമക്കളായി ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനലവനെ നാം ഘോഷിക്കാം. അവനാത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനാത്രേൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു.